ജാംനഗർ അമൃത്സർ എക്സ്പ്രസ് ഹൈവേ ആണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പട്ടിണി കിടന്ന് ചാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വരാൻ പറ്റും. കയ്യിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുകയും കാണിച്ചു തരാം. കണ്ണെത്താതൂരോളം മരുഭൂമി കേട്ടോ. അതങ്ങനെ മരുഭൂമിയാ. ഇവിടെ ഒരു സംഭവങ്ങളും ഇല്ല. ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു വകുപ്പില്ല. പെട്രോൾ പമ്പ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഒന്നുമില്ല, ഒരു ഫെസിലിറ്റി ഇല്ല, ഒരു ഹോസ്പിറ്റലില്ല, ഒന്നുമില്ല, ഒരു ടോൾ പ്ലാസ പോലും ഇല്ല. ഇതങ്ങനെയാണ് കിടക്കണത്. മരുഭൂമിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോണത്. ഇവിടെയൊക്കെ എന്തെങ്കിലും വന്ന് ആക്സിഡൻ്റൊക്കെ പറ്റി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചാവുക. കാരണം ഒരു കുടിലുകൾ അല്ലാതെ വേറെ ഒരു ബിൽഡിങ് പോലും ഇല്ല. പിന്നെ നമ്മളെ എയർ ലിഫ്റ്റ് ചെയ്തൊന്നും ഇപ്പോൾ ആരും കൊണ്ടുപോകില്ലല്ലോ. ആക്സിഡൻ്റൊക്കെ പറ്റി വണ്ടിയൊക്കെ വന്ന് തിരിച്ച് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഒന്നുകിൽ നമ്മൾ റോട്ടും കിടന്ന് മരിക്കും, അതല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകണ വണ്ടി കിടന്ന് മരിക്കും. ഇതൊരു നാഷണൽ ഹൈവേൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇത് എന്താണ് NH 740 എത്രയോ ആണ് തോന്നുന്നുണ്ട്. എന്തായാലും ജാംനഗർ അമൃത്സർ എക്സ്പ്രസ് ഹൈവേ ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ജോധ്പൂർ വരേക്കും, ഒരു ഗുജറാത്ത് ഒരു കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് ജോധ്പൂർ വരേക്കും റോഡ് തന്നെ ഗൂഗിൾ മാപ്പിൽ കൂടി കാണിക്കണില്ല. ഏതോ പാടത്ത് കൂടി കണ്ടത്ത് കൂടി പോണ മാതിരിയാണ് ലൊക്കേഷൻ കാണിക്കണേ. ഇടത്തോട്ട് തിരി വളത്തോട്ട് തിരി എന്ന് പറഞ്ഞിട്ട് നമ്മളിതിങ്ങനെ ബോർഡ് നോക്കി പോന്നിട്ട് 1 വേ അടച്ചിട്ടിരിക്കുക. എന്നിട്ട് വേറെ സ്ഥലത്ത് കൂടി കയറുക, ഇറങ്ങുക, മണ്ണുണ്ടോ ഈ റോഡിൻ്റെ നടുക്കിൽ. അപ്പം ഞങ്ങൾ വിചാരിച്ച റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്ന, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. കുറേ സ്ഥലത്ത് കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ആക്സിഡൻറ്റ് ആയി കിടക്കുന്ന വണ്ടികൾ കണ്ടു. അപ്പോൾ ഒരു വെള്ളം കിട്ടുന്ന സ്ഥലം മീൻസ് പുല്ലുകൊണ്ടുണ്ടാക്കിയ കടകളുണ്ട്, അല്ലാതെ വേറെ ഒരു തേങ്ങയില്ല. അതും കടകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എവിടെയോ ഒരു കട. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ കിലോമീറ്റർ കണക്കിന് 100-200 കിലോമീറ്റർ കണക്കിന് ഒന്നും ഉണ്ടാവില്ല. നമ്മളടുത്ത് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ട്, വെജിറ്റബിൾസിൻ്റെ റെഡിമെയ്ഡ് ഉണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് ചാവാതെ ഭക്ഷണം കഴിച്ച് പോവാം. അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല, ഒരു വെള്ളക്കട പോലും ഇല്ല അവിടെ. അപ്പം വരുമ്പോൾ സൂക്ഷിച്ചോളി മക്കളെ, ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ. അത്രയേ ഉള്ളൂ. ബൈ.